എനിക്ക് വഖഫിന്റെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മുസ്ലിം പെൺകുട്ടികൾ നടത്തിയ ഈ ശക്തമായ പ്രകടനം വല്ലാത്തൊരു നൊസ്റ്റാൾജിയയും സന്തോഷവും സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാക്കി. അവരുടെ ജസ്റ്റ് കുറച്ചൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി അതിന്റെ കമന്റ്സിലേക്ക് പോവാം. എനിക്ക് വളരെ കൗതുകം തോന്നി. അത് മുസ്ലിം സംഘടനകളുടെ ഒരു പ്രക്ഷോഭമാണ്. അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സമാനമായ സോളിഡാരിറ്റിയിൽ മുസ്ലിം ബ്രദർഹുഡിന്റെയും അതോടൊപ്പം ഹമാസിന്റെയും ഒക്കെ ചിത്രങ്ങൾ വന്നതിനെ ഞാൻ അതിശക്തമായി വിമർശിച്ചിരുന്നു. ഇനിയും അത് വിമർശനം തന്നെ തുടരും. നമുക്ക് മുസ്ലിം ബ്രദർഹുഡിന്റെയോ ഹമാസിന്റെയോ ചിത്രങ്ങൾ വേണ്ട. നമ്മുടെ നാട്ടിൽ എത്രയോ വലിയ മുസ്ലിം നേതാക്കളുണ്ട്. നമ്മളെ ഭരിച്ച റസിയ സുൽത്താനെ അടക്കം എത്രയോ ആൾക്കാർ ഈ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാത്തിമ ബീവി പോലെ ആദ്യം ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെത്തിയ ഏതെങ്കിലും സമുദായത്തിലെ വനിതയെന്ന് ആദ്യമായി സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ഫാത്തിമ ബീവി അടക്കം എത്രയോ മഹാന്മാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അബ്ദുൽ കലാം ഉണ്ട്, അല്ലെങ്കിൽ മഹാനായ ചരിത്രത്തിൽ അക്ബർ ഉണ്ട്, ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ച ടിപ്പു സുൽത്താൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചരിത്രത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ ആ നിലപാട് തെറ്റാണ്. പക്ഷേ ഈ മുസ്ലിം പെൺകുട്ടികളുടെ ഈ പോരാട്ടവും അവർ വഖഫ് സ്വത്ത് മുമ്പോട്ട് വന്ന ആ ആർജവും കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം ഇതേപോലെ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി സേഫ് ശബരിമലയിൽ ഞാൻ അടക്കമുള്ള വിരലെണ്ണാവുന്ന വിശ്വാസികളാണ് ആദ്യം ഫൈറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഓർക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ടില്ല. CPM എതിരാണ്, കോൺഗ്രസ് എതിരാണ്, BJP എതിരാണ്. ഈ മൂന്ന് പ്രധാന പാർട്ടികളും സുപ്രീം കോടതി വിധിയെ സ്വീകരിക്കുകയും സുപ്രീം കോടതി വിധി ശരിയാണെന്ന് പറയുകയും ചെയ്യും. അതിൽ ഈ തീവ്ര വലതുപക്ഷക്കാരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അവരാണ് ഇന്നും ശബരിമലയുടെ ഉള്ളിൽ ശബരിമല യുവതികൾ കയറണമെന്ന് ആഗ്രഹിക്കുന്നത്. കാര്യം അത് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ഒരു ചവിട്ടുപടിയാകും. അതിനെക്കുറിച്ചൊക്കെ വളരെ ആഴമേറിയ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ കാണുക. അതായത് യഥാർത്ഥത്തിൽ ശബരിമല യുവതി പ്രവേശത്തിന് പിന്നിൽ ഈ തീവ്ര വലതുപക്ഷം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ളൊരു കളമൊരുക്കലൊക്കെ ആയിരുന്നു. അപ്പൊ അത്തരം പല സങ്കീർണമായ കാര്യങ്ങളുണ്ട്. അത് ഉണ്ടാകുന്നത് ഞങ്ങളുടെ ഒരു ആത്മീയ ശൂന്യതയെന്നും ഉള്ളിലെ ഭ്രാന്തിയെന്നുമാണ്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതില്ല എന്ത് സ്ത്രീകൾക്ക് അനുകൂലമാണ്. അപ്പൊ ഈ പലപ്പോഴും ഈ തീവ്ര വലതുപക്ഷക്കാർ ഇതേപോലെ മുസ്ലിം സഹോദരിമാരെ സംരക്ഷിക്കണം, മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാറ്. എനിക്ക് അവരോട് പലപ്പോഴും ഞാൻ സ്നേഹത്തോടെ ഇങ്ങനെ പേഴ്സണലി ഇരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, 7-8 വയസ്സ് മാത്രമുള്ള ആസിഫ ബാനുവിനെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് അതിന് ഒരു വിഷമം പറയാത്ത, നന്നായി ഇവളൊക്കെ മരിച്ചതില്ലെങ്കിൽ ഇവളൊക്കെ തീവ്രവാദിയാകും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്നവന്മാരാണ് പിന്നീട് വന്ന് മുസ്ലിം സഹോദരിമാരെ സംരക്ഷിക്കണം, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറയുന്നത്. ആരെ പറ്റിക്കാനാണ് നോക്കുന്നത്? അതിനൊന്നും ഒരു അർത്ഥവുമില്ല. അതായത് മുസ്ലിം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയ്ക്ക് ഒരു വിടവ് ഉണ്ടാക്കി മുസ്ലിം സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ തല്ലിച്ച്, അല്ലെങ്കിൽ തമ്മിൽ തല്ലിക്കാൻ മുസ്ലിം സ്ത്രീകളെ അടർത്തി മാറ്റി ഞങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്നൊക്കെ പറയാൻ വല്ലാത്തൊരു ഉളുപ്പില്ലായ്മ വേണം. അതുപോട്ടെ, ആ ഉളുപ്പില്ലായ്മ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിന്ദു സ്പിരിച്വൽ ആത്മീയ ശൂന്യതയിൽ നിന്നാണ്. പക്ഷെ എനിക്ക് അത് നമുക്ക് വിടാം. എന്തായാലും ഇപ്പൊ അത് മറ്റൊരു വിഷയമായുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോസ് കാണണം. പറ്റുമെങ്കിൽ നമ്മുടെ ഹിന്ദു വലതുപക്ഷ സഹോദരങ്ങൾ എന്നെ ചെല്ലെങ്കിലും ചീത്ത വിളിക്കാനെങ്കിലും രാഹുൽ ജി എന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെങ്കിലും ഇരുന്ന് കാണണം. നമ്മുടെ ഉള്ളിലെ പ്രശ്നമാണ്, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. നാളെ സുപ്രീം കോടതിയിൽ വഖഫിന്റെ വിഷയം വരികയാണ്. അപ്പോൾ സുപ്രീം കോടതി ഒരു ബാലൻസ് കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കും. ഞാനതുകൊണ്ടാണ് ആ ബാലൻസിന്റെ വക്താവാകുന്നത്. ഞാനിത് പറയുന്നതിന് ചില മുസ്ലിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. സെക്ഷൻ 40 കുറച്ച് എക്സ്പാൻസീവ് ആണ്. സെക്ഷൻ 40 റീഡ് ഡൗൺ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. സെക്ഷൻ 40 കൊടുത്തിരിക്കുന്ന വ്യാപകമായ അധികാരങ്ങൾ ഒരു പക്ഷെ കുറയ്ക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ നേരെ തിരിച്ച് അമുസ്ലിങ്ങളായവർ, മുസ്ലിങ്ങളല്ലാത്തവർ വഖഫ് ബോർഡിലേക്ക് വരണമെന്നൊക്കെ പറയുന്നത് മനഃപൂർവ്വം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാനും അലമ്പുണ്ടാക്കാനും അടി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഇത് അത്രയും ഭീകരമായ പ്രശ്നമായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ ഇരുന്നിട്ടില്ലേ? ആ 10 വർഷം 300-ലേറെ സീറ്റുകളോടെ ഭരിച്ചില്ലേ? അന്നെന്താ മാറ്റാത്തെ? ഇപ്പൊ മാത്രം എന്താ മാറ്റുന്നത്? അപ്പൊ ഇതുകൊണ്ട് മുനമ്പം വിഷയത്തിന് പരിഹാരം ഒന്നും ആവുമെന്ന് എന്തായാലും തൽക്കാലം ആരും പ്രതീക്ഷയുണ്ട്. ഇനി ഭാവി ചട്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കിരൺ റിജിജു പറയുന്ന പോലെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ചാൻസ് കുറവാണ്. കാര്യം റെട്രോസ്പെക്റ്റീവായിട്ട് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരുപാട് കോംപ്ലക്സ് ആണ് ഇത്തരം വിഷയങ്ങൾ. നമ്മുടെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ഇത് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ പോട്ടെ, എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് വഖഫ് സ്റ്റേ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിയാൽ സുപ്രീം കോടതി സർക്കാർ എങ്ങനെ ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയ ഒരു നിയമം സ്റ്റേ ചെയ്തുകൂടായികയൊന്നുമില്ല. പക്ഷേ സ്റ്റേ ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ കുറവാണ്. നേരെ മറിച്ച് 1-2 അഡ്വേഴ്സ് കമന്റ്സ് എന്തെങ്കിലും പറയുകയും കൂടുതൽ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്യും. അപ്പൊ സുപ്രീം കോടതി നിലപാട് കുറെ കൂടെ ബാലൻസ്ഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു നിലപാടാണ്, എനിക്കറിയില്ല കേട്ടോ. സെക്ഷൻ 40
റീഡ് ഡൗൺ ചെയ്യണമെന്നുള്ളത് തന്നെ സുപ്രീം കോടതിയുടെ വിശാലമായ കാഴ്ചപ്പാടായിരിക്കും. എന്നാൽ അതോടൊപ്പം അമുസ്ലിങ്ങളെ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളല്ലാത്തവരെ പരിശുദ്ധ വഖഫിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിനെ സുപ്രീം കോടതി അനുകൂലിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ദേവസ്വമാകട്ടെ, ക്രിസ്ത്യൻ സഭകളുടെ സ്വത്താകട്ടെ, വഖഫാകട്ടെ, ഇവയെല്ലാം പരിശുദ്ധവും പവിത്രവുമാണ്. അതാത് വിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ആവശ്യമില്ലാതെ നമ്മൾ അതിൽ അലമ്പുണ്ടാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇതൊന്നും കൊണ്ട് ഇത് കാണുന്ന തീവ്ര ഹിന്ദുത്വവാദികളോടും മൃദു ഹിന്ദുത്വവാദികളോടും ഒക്കെ കൂടിയാണ് പറയുന്നത്, നമുക്കിതുകൊണ്ട് ഒരു ഗുണവുമില്ല. മുസ്ലിങ്ങളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് എന്തോ ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ഹിന്ദുക്കൾക്ക് അനുകൂലമായ, ഹിന്ദുക്കൾക്ക് ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ സംവിധാനം രക്ഷിക്കുക, നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും 2 കുട്ടികൾ എന്ന് പറയുന്ന റേറ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ വർദ്ധിച്ച ആത്മഹത്യകളോ മദ്യപാനമോ മയക്കുമരുന്നോ ഒക്കെ അഡ്രസ്സ് ചെയ്യുക, ഹിന്ദു ഫാമിലി വെൽഫെയർ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളാണ്. അല്ലാതെ ഈ മുസ്ലിങ്ങളെ പുറകെ നടന്ന് ദ്രോഹിച്ചിട്ടും പ്രകോപിപ്പിച്ചിട്ടും നമുക്കൊന്നും നേടാനില്ല. അപ്പം എനിക്കതിൽ സന്തോഷം തോന്നിയത് ആ മുസ്ലിം പെൺകുട്ടികളെ തട്ടമൊക്കെ ഇട്ട് ഉമ്മച്ചിക്കുട്ടിമാരായി നിന്ന് പക്ഷേ തലയിൽ ആ കെട്ടൊക്കെ കെട്ടിപ്പോയപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്, കേരളം എന്ന് പറയുന്നത് ഒരുപാട് മഹാന്മാരുടെ നാടാണ്. അതുപോലെ കേരളം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസന്റെയും നിവിൻ പോളിയുടെയും നാടാണ്. വിനീത് ശ്രീനിവാസൻ ഹിന്ദുവാണ്, നിവിൻ പോളി ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഇവർ രണ്ടും തട്ടത്തിൻ മറയത്തുന്ന സിനിമയിൽ ഉമ്മച്ചിക്കുട്ടി ആയിട്ട് വരുന്ന അതിലെ മനോഹരമായ കഥാപാത്രമുണ്ട്. അത് വലിയൊരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ കഥയാണ്. അപ്പൊ അതില് ഹിന്ദുവായ നിവിൻ പോളി മുസ്ലിമായ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. തിരിച്ച് മുസ്ലിമായ ഈ പെൺകുട്ടിയുടെ സഹോദരൻ, നിവിൻ പോളിയുടെ സഹോദരിയാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവസാനം അങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ അതൊരു വേറൊരു തരം അപ്രോച്ചാണ്. ചില ആൾക്കാർ അങ്ങനെയല്ല, ചില വിശ്വാസികൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാഹോദര്യം വേണമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇത്തരം കാര്യങ്ങളിൽ സങ്കരവും ഇടചേരലും ഉണ്ടാകുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. വ്യത്യസ്ത അപ്രോച്ച് കാണാം. പക്ഷേ കേരളം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഉമ്മച്ചിക്കുട്ടിയെ നോക്കി ഹിന്ദുവായ വിനീത് ശ്രീനിവാസനും ക്രിസ്ത്യാനിയായ നിവിൻ പോളിയും ശ്വേതാംബര ധരേ ദേവി എന്ന ദേവീസ്തുതി പാടിയതാണ്. ആ ദേവീസ്തുതി പാടിക്കൊണ്ട്, ആ ദേവീസ്തുതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നാളെ വഖഫിൽ സുപ്രീം കോടതി എല്ലാവർക്കും കുറെ കൂടെ സ്വീകാര്യമായൊരു നിലപാടെടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഫൈറ്റ് ചെയ്യുന്ന ഉമ്മച്ചിക്കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും സ്നേഹവും ആദരവും ഒക്കെ തോന്നി. ആ ഓരോ സഹോദരിമാർക്കും പ്രണാമവും അഭിവാദ്യവും അർപ്പിക്കുന്നു. പ്രക്ഷോഭങ്ങൾ നല്ല നോൺ വയലന്റ് ആയി പോട്ടെ, ഇൻക്ലൂസീവായി പോട്ടെ. നമ്മുടേതായ ഇന്ത്യൻ മുസ്ലിം നേതാക്കളെ, അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ച നമ്മുടെ പൈതൃകമുള്ള ഒരുപാട് മുസ്ലിം നേതാക്കളുണ്ട്, അവരെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി. പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. അപ്പൊ അങ്ങനെ പോരാട്ടത്തിൽ വരട്ടെ. അങ്ങനെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പെൺകുട്ടികളെല്ലാം അവരവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ അണിചേരട്ടെ. ആ രീതിയിൽ കുടുംബം, വിശ്വാസം, ദൈവം തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർക്കാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.